ഇനി നമ്മുടെ കയ്യിലുള്ളത് എച്ച് പിൻ്റെ ഒരു ലാപ്പാണ്. കംപ്ലൈൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബ്രൈറ്റ്നസ് നമ്മൾ എത്ര കൂട്ടിയാലും അല്ല എത്ര കുറച്ചാലും അത് ഓട്ടോമാറ്റിക് തന്നെ കൂടും. ഇത് കീബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് ആ കംപ്ലൈൻറ്റ് വരുന്നത്. നമ്മൾ ബ്രൈറ്റ്നസിൻ്റെ ബട്ടൺ ഓട്ടോമാറ്റിക് പ്രസ് ആവുകയാണ്. അതുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കീബോർഡ് ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ഇതാണ് നമ്മളിതിൽ ഫിറ്റ് ചെയ്യാൻ പോണ കീബോർഡ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കി നോക്കാം. അങ്ങനെ നമ്മളെ ലാപ്പിൻ്റെ കീബോർഡ് കംപ്ലൈൻറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കീബോർഡ് തന്നെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓട്ടോ ബ്രൈറ്റ്നസ് കൂടുക കുറയുക അങ്ങനെയായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ ആ ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ കുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ കൂടിയിരുന്നു. അപ്പോൾ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമ്പോൾ തന്നെ കൂട്ടാം. ഈ ബട്ടൺ കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക് ബട്ടണുകൾ വർക്ക് ആവുക, സൗണ്ട് കുറയുക കൂടുക, അത് കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ കീബോർഡ് മാറ്റിയിട്ട് പുതിയ കീബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വല്ല വർക്കുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കൊറിയർ സർവീസും അവൈലബിൾ ആണ്.